ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ സിസ്റ്റത്തിലെ വെള്ളം നല്ല ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ നല്ലൊരു ക്ലീനിങ് ആവശ്യമാണ്. നമ്മുടെ സിസ്റ്റം നമ്മൾ ദിവസവും രാവിലെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൈകിട്ട് ഫീഡ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ നമുക്ക് മെക്കാനിക്കൽ ഫിൽറ്ററും നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇനിയാണ് മക്കളെ നമ്മുടെ ശരിക്കുള്ള ക്ലീനിങ് വരുന്നത്. അത് മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റം മൊത്തം നമ്മളിന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. ഞങ്ങൾ എങ്ങനെ ഈ ഒരു സിസ്റ്റം ഡീപ്പ് ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞു തരാം. ഈ ഒരു ബയോ ഫിൽറ്ററിലുള്ള മൊത്തം MBBR പുറത്തെടുത്തിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പാർട്ട്മെന്റുകൾ മുഴുവൻ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രബ്ബർ എല്ലാം യൂസ് ചെയ്ത് നല്ലതുപോലെ ഉരച്ച് കഴുകി തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുറത്തുള്ള മെക്കാനിക്കൽ ടാങ്കും ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു. പക്ഷെ ആ വെള്ളം നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെള്ളത്തിന്റെ 60% വെള്ളം റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയ വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ നമുക്ക് വീണ്ടും നല്ല ക്ലിയർ ആയിട്ടും ക്വാളിറ്റി ആയിട്ടും. പിന്നെ നമ്മൾ പുതിയ വെള്ളം ആഡ് ചെയ്തതിന് ശേഷവും നമ്മുടെ സലൈനിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. വാട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സിസ്റ്റത്തിൽ ക്രാബിനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ക്രാബിനെ പുറത്തേക്ക് മാറ്റുന്നതിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ക്രാബ് കുറേ സമയമാണെങ്കിലും പുറത്താണെങ്കിലും നമുക്കൊരു 3 മാസം അടുപ്പിച്ചാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.